നമസ്കാരം. വി കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂരിൽ പാർട്ടിക്കെതിരെ സംസാരിച്ചപ്പോൾ പാർട്ടിയുടെ ഒരു നിലപാട് എന്തായിരുന്നു? ഇതുപോലെയുള്ള എത്ര കുഞ്ഞികൃഷ്ണന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്, എത്ര പേര് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാലും പാർട്ടിക്ക് ഒന്നും സംഭവിക്കില്ല എന്നൊരു ഭാവമായിരുന്നു. പക്ഷേ ഇപ്പോൾ കുഞ്ഞികൃഷ്ണനെ പാർട്ടി ഭയപ്പെടുന്നു എന്ന് തന്നെ മനസ്സിലാക്കാം. മധുസൂദനൻ അവിടെ ഇപ്പോൾ എതിരാളിയായി മത്സരിക്കുന്നുണ്ട്. അദ്ദേഹം യഥാർത്ഥത്തിൽ ഇപ്പോൾ കുഞ്ഞികൃഷ്ണനെ നന്നായി ഭയപ്പെടുന്നു. കുഞ്ഞികൃഷ്ണന്റെ പാർട്ടി ഓഫീസ്, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുടങ്ങാൻ സ്ഥലം കൊടുത്ത ആ വീട്ടുകാരെ പോയി മധുസൂദനന്റെ ആൾക്കാർ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. നിങ്ങളെ കുടുംബത്തോടെ വെച്ചേക്കില്ല എന്ന് സ്ഥിരം നമ്പർ തന്നെയാണ്. അപ്പോ അതുകൊണ്ട് സഖാവ് കുഞ്ഞികൃഷ്ണൻ എന്ന് തന്നെ എടുത്തു പറയണം. സഖാവ് കുഞ്ഞികൃഷ്ണൻ സ്വയമേ അവരുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് അവിടെ നിന്ന് പൊളിച്ചു മാറ്റി. താൽക്കാലികമായി ഉണ്ടാക്കിയ ആ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് അവിടെ നിന്ന് പൊളിച്ചു മാറ്റിയിരിക്കുകയാണ്. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത്? ഇവിടെ അദ്ദേഹം കുഞ്ഞികൃഷ്ണൻ പറയുന്നുണ്ട്, ഇവിടെ ജനാധിപത്യം പുലരുന്നില്ല എന്ന്. ഇല്ല സഖാവെ, ജനാധിപത്യം ഇവിടെ പുലരുന്നുണ്ട്. ഈ പാർട്ടിക്കുള്ളിൽ മാത്രമാണ് ജനാധിപത്യമില്ലാത്തത്. താങ്കൾക്ക് ഇപ്പോഴെങ്കിലും ആ പാർട്ടി വിട്ട് പുറത്തു വരാൻ തോന്നിയത് എന്തായാലും നന്നായി. അദ്ദേഹത്തിന്റെ ആ പോസ്റ്റിന് താഴെ തന്നെ പലരും എന്ന് പറയുന്നുണ്ട്, ഇത്രയും കാലം ഈ പാർട്ടിക്കുള്ളിൽ നിന്ന് ഇതേ പ്രവൃത്തികൾ ചെയ്ത ആള് തന്നെയാണ് കുഞ്ഞികൃഷ്ണൻ. അപ്പോ എനിക്ക് പറയാനുള്ളത്, ഇപ്പോഴും ഇതേ പ്രവൃത്തി ഈ പാർട്ടിക്കുള്ളിൽ നിന്ന് തുടരുന്ന സഖാക്കളോടാണ്. നിങ്ങളൊന്ന് ചിന്തിക്കുക. നിങ്ങൾ ഇതിനെല്ലാം കൂട്ടു നിൽക്കുമ്പോൾ നാളെ ഒരു സമയത്ത് മറ്റൊരു കുഞ്ഞികൃഷ്ണനായി നിങ്ങളും മാറേണ്ടി വരും. അപ്പോ എന്തായാലും എത്ര ആൾക്കാർ ഈ പാർട്ടി വിട്ടിറങ്ങിപ്പോയാലും ഒരു കാര്യം കൂടെ ഓർക്കുക, കുഞ്ഞികൃഷ്ണൻ എന്തിനാണ് പാർട്ടി വിട്ടത്? പാർട്ടിക്കുള്ളിലെ ചില പുഴുക്കുത്തുകളെ, കാരണം പാർട്ടിയെ നശിപ്പിക്കുന്ന രീതിയിൽ അവിടെ ഫണ്ട് മറിക്കലും പരിപാടികൾ നടത്തുന്നതിനെതിരെ സംസാരിച്ചത് കൊണ്ടാണ്. അത് നേതൃത്വത്തെ അറിയിച്ചിട്ട് പോലും നേതൃത്വം അത് ചോദ്യം ചെയ്യുകയോ അതിനെതിരെ ഒരു നടപടിയോ എടുക്കാത്തത് കൊണ്ടാണ് കുഞ്ഞികൃഷ്ണന് പുറത്തിറങ്ങി ഇതെല്ലാം പറയേണ്ടി വന്നത്. അപ്പോൾ നേതാക്കന്മാർ എപ്പോഴും, ഈ CPM-ലെ നേതാക്കന്മാർ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത് കള്ളന്മാരെയൊക്കെ തന്നെയാണ് എന്നുള്ളത് തെളിയുകയാണ്. മാത്രമല്ല, അതിനെതിരെ ശബ്ദിക്കുന്നവരെ ഇല്ലാതാക്കാൻ വേണ്ടി തന്നെയാണ് അവർ ശ്രമിക്കുന്നത്. ഒരു TP ചന്ദ്രശേഖരനും എല്ലാം നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ടുള്ളത് എന്തായാലും ഭാഗ്യം, കുഞ്ഞികൃഷ്ണനെ അവർ കൊല്ലാതെ വിട്ടിരിക്കുകയാണ് ഇത്രയും സമയം. അതിൽ നമുക്ക് എന്തായാലും ആശ്വസിക്കാം. കാരണം TP ചന്ദ്രശേഖരന്റെ ആ മരണവുമായി ബന്ധപ്പെട്ടുണ്ടായ തിരിച്ചടികൾ CPM-ന് ഓർമ്മയുണ്ടാകും. പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നവർക്കാണ് ഭീഷണി ഇവർ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. കുഞ്ഞികൃഷ്ണന്റെ പുസ്തകം വായിക്കാൻ പോലും അവിടെ ആ പയ്യന്നൂരിലുള്ള ആൾക്കാർക്ക് ഭയമായിരുന്നു. കാരണം അവരുടെ കിണറിൽ വിഷം കലർത്തും, അല്ലെങ്കിൽ അവരുടെ ജനാല ചില്ലുകൾ തച്ചു തകർക്കും എന്നെല്ലാം അവർക്ക് ഭയമായിരുന്നു. പക്ഷെ ആ ഭയമുള്ളവർക്ക് ഈ പാർട്ടിക്കെതിരെ അവരുടെ ശബ്ദമുയർത്താൻ, നിശബ്ദമായി അവർക്ക് ശബ്ദമുയർത്താനുള്ള ഒരു അവസരമാണ് ഈ വരുന്നത് തെരഞ്ഞെടുപ്പിൽ. അപ്പോ പയ്യന്നൂരിലെ ജനങ്ങൾ നന്നായി ആലോചിച്ചാൽ തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പയ്യന്നൂരിലെ മാത്രമല്ല, കേരളം ഒട്ടുകൊള്ള ജനങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇവിടെ